വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഇക്കാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് ചെറിയൊരു സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ ഉണ്ടാക്കിയ വീഡിയോ ആണ്. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അരിപ്പയിലേക്ക് 1.5 ഗ്ലാസ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ്. ഈ പാൽപ്പൊടി ചേർക്കുമ്പോൾ നമ്മളെ കേക്കിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോക്കോ പൗഡറിൽ എടുക്കുമ്പോൾ നല്ലൊരു ബ്രാൻഡ് തന്നെ നോക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെഷറിംഗ് കപ്സോ അതുപോലെ ബീറ്ററോ ഓവണോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മൈദ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3/4 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ കേക്കിൻ്റെ ടിന്നൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബേക്കിംഗ് പേപ്പർ അടിയിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റിയ മിക്സിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 10 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ കേക്കാണ് കിട്ടുക. കുറച്ച് വലിയ സൈസിൽ തന്നെ കേക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെറിയ ടിന്ന എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റിലുള്ള കേക്ക് കിട്ടും. ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 150 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റിലും എടുക്കും കേക്ക് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോക്കോ പൗഡറും കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു 40 മിനിറ്റ് കൊണ്ട് നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് കേട്ടോ ഡീമോൾഡ് ചെയ്തെടുക്കുന്നത്. ഇനി കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വലിയ ടിന്ന് എടുത്തോണ്ടാണ് കേട്ടോ ഇത്രയും ഹൈറ്റ് കുറഞ്ഞ കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറിയ ടിന്ന എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. ഇനി ഒരു കേക്കിൻ്റെ ബോർഡിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ലെയർ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഷുഗർ സിറപ്പ് കൊണ്ടാണ് കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത്. 1.5 കപ്പ് അളവിൽ ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മധുരം കുറവ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചൂടുള്ള സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ചൂട് കുറഞ്ഞിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് ക്രീം വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ കേക്കും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കും സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ക്രീം ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ക്രീം ഫുള്ളായിട്ട് വെച്ചതിന് ശേഷം
ഞാൻ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നേരത്തെ ആ ഒരു ക്രീം തന്നെ എടുത്താൽ മതി, കുറച്ച് കൂടുതൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ വേറെ ഒരു എക്സ്ട്രാ അരക്കപ്പും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഓവറായിട്ട് മുഞ്ചാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതാ കേക്കൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചോക്ലേറ്റിലേക്ക് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ചോക്ലേറ്റ് ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ വിചാരിച്ച അത്ര ഓക്കെ ആയിട്ടില്ലെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ കുറച്ച് ഡെക്കറേഷൻ പരിപാടിയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ശരിക്കും ഇക്കാൻ്റെ ബർത്ത്ഡേ വരുന്നത് പിറ്റേത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിന്. 12 മണിയൊന്നും ആയിട്ടില്ല. പിള്ളേർ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ നേരത്തെ മുറിച്ചതാണ് കേട്ടോ. അപ്പോൾ പിള്ളേരാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത്. അവർക്ക് ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സർപ്രൈസ് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പിറ്റേന്ന് ഞാൻ ഇക്കാക്ക് വേണ്ടിയിട്ട് ചെമ്മീൻ ബിരിയാണിയും അതുപോലെ അയക്കൂറ ഫ്രൈ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ തലേന്ന് നമ്മൾ പുറത്തുനിന്നേനും ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായത്. ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഫുഡും കൂടി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് ഷവർമ വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ബൈ.